നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പെസഹ തിരുനാൾ മംഗളങ്ങൾ. ഇനിയിപ്പോൾ അങ്ങോട്ടല്ല, ഹോളിവിക്ക് തുടങ്ങി. എല്ലാവരും പ്രാർത്ഥനയിലും എന്നാ പറഞ്ഞ നോമ്പ് തീരാൻ പോകുന്നതിൻ്റെ ഒരു നിറവിലും അങ്ങനെയൊക്കെ ഒത്തിരിയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫങ്ഷനുകളുടെ കാലം, അല്ലെ, ആഘോഷങ്ങളുടെ കാലമാണ്, സന്തോഷങ്ങളുടെ കാലമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടെന്നല്ല, എപ്പോഴും നമ്മളങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. എപ്പോഴും ഓരോരുക്കും ദൈവം പൂർണ്ണമായിട്ട് തന്നെ ഉള്ളൂ. ഒരാൾക്കും ദൈവം പൂർണ്ണമായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്കാണെങ്കിൽ നമുക്ക് ലേഡീസ് സ്റ്റാഫ് കുറേ പേരുണ്ടല്ലോ, ഒരാളുമായിട്ട് സംസാരിച്ചപ്പം ഇങ്ങനെ പറയുക, പുള്ളിക്കാരത്തേക്ക് ഓരോ പേഴ്സണൽ പ്രശ്നങ്ങളാണ് മനുഷ്യൻ്റെ, അല്ലെ, കുടുംബജീവിതം, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർക്ക് മാത്രമേ പ്രശ്നം, അവർക്ക് മാത്രമേ. ഞാൻ പറഞ്ഞു, എന്നിലേക്കാണ് ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്നത്. അപ്പം എനിക്കറിയാൻ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിൽ വിഷമമുണ്ട്. എനിക്കുമുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ട്. ബിസിനസ്സിൻ്റെ സ്ട്രെസ്സ്, ടെൻഷൻ, വയ്യായികകൾ, ഓട്ടം ചാട്ടമല്ല, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. ദൈവം ആർക്കും ഒന്നും പരിപൂർണമായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഏറ്റവും നല്ലത് ചെയ്ത ദൈവപുത്രന് പോലും കിട്ടിയത് എന്താ? നിന്ദനവും കളിയാക്കലും പരിഹാസവും, ഏറ്റവും അവസാനം ക്രൂശുമരണവും അല്ല കിട്ടിയത്. അപ്പോൾ നമുക്കുള്ളത് കൊണ്ട് സന്തോഷിക്കാൻ പഠിക്കണമെന്ന് ചെറിയൊരു ഇത് ഞാൻ പറയുക. ഞാനിപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് ഒത്തിരി പേരുടെ ഈ പേഴ്സണൽ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഒരു പരിധി വരെ നമ്മളുടെ പ്രശ്നങ്ങളിൽ നമ്മളെ തളർത്തിക്കൊള്ളുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സംഭവത്തെ നമ്മൾ സമീപിക്കുന്ന രീതി. ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെയൊക്കെ ആദ്യമേ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരും, അല്ലേ? സാരമില്ല, അതൊരു പ്രശ്നമാണ്. ആവശ്യമില്ലാതെ ഇങ്ങനെ ചാടിക്കറി ദേഷ്യം വരുന്നത് ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ ബ്ലൗസാണ് കാണിക്കാൻ പോകുന്നത്. ഇനിയിപ്പം അങ്ങോട്ട് ഫങ്ഷനുകളുടെ കാലമായിട്ട് നല്ലൊരു വർക്ക് ചെയ്ത സ്കിൻ ഫിറ്റ് ബ്ലൗസ്. ഇനി ഞാൻ ഈ ബ്ലൗസ് കാണിക്കുന്നിടത്തിന് മുന്നേ നിങ്ങളൊരു കാര്യം കേൾക്കണം. ഞാൻ ഈ പറയുന്നത് ദൈവത്തെ ഞാൻ അപേക്ഷിക്കുകയാണ്, ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്, ഇത് കേട്ടിട്ടേ നിങ്ങൾ ബ്ലൗസ് പർച്ചേസ് ചെയ്യാമുള്ളൂ. കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഈ ഓർഡർ എടുക്കുന്ന സമയത്ത് ഇത് എമ്മുകാർക്ക് പറ്റുമോ, എല്ലുകാർക്ക് പറ്റുമോ, അതെനിക്ക് പറ്റുമോ, എൻ്റെ വണ്ണം ഇത്രയാണ്, ഇതെനിക്ക് പറ്റും, ഇങ്ങനെ ഇതെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടാണ്. കാരണം ഈ ഓർഡർ എടുക്കുന്നവർ ഇതിന് മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഓർഡർ എടുക്കിച്ച് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഇതൊന്ന് കേൾക്കും, ഒരു മിനിറ്റ് കേൾക്കാൻ തയ്യാറായിട്ട് പോയി പർച്ചേസ് ചെയ്യാവുള്ളൂ. കാരണം ഇത് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല ബ്ലൗസിന്. ഇത് ഇപ്പം XL എന്നാണ് സ്ക്രീനിൽ, XXL എന്നാണ് സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്നെങ്കിൽ XXL വരെയുള്ള ആർക്കും ഈ ബ്ലൗസ് വാങ്ങിക്കാം. അതിൻ്റെ അർത്ഥം ഇതിന് എമ്മും എല്ലും XLും XXLും സൈസുകളുണ്ട് എന്നല്ല. പലരും അങ്ങനെ വിചാരിക്കുന്നത്. ഈ ബ്ലൗസിൻ്റെ M എനിക്ക് വേണം, ഈ ബ്ലൗസിൻ്റെ XL എനിക്ക് വേണം. ഞാനിതെല്ലാം പറയുന്നത് അങ്ങനെ ഓരോരോ ബ്ലൗസുകളായിട്ടില്ല. ഇത് ആ സൈസുകാർക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ സൈസിന് മുകളിലോട്ടുള്ളവർക്ക് എടുക്കുന്നത് സ്വന്തം റിസ്കിൽ എടുക്കുക. സ്വന്തം റിസ്കിൽ എന്നല്ല, എല്ലാം സ്വന്തം റിസ്കിൽ തന്നെ എടുക്കുക. കാരണം അതിൻ്റെ മുകളിലോട്ടുള്ളവർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈറ്റായി പോയെങ്കിൽ അതിതാവും. ചെറിയ സൈസിലുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം. മീഡിയംകാർക്കോ, ലാർജുകാർക്കോ, XLകാർക്കോ, XXL വരെയാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, XXL എഴുതിയിട്ടുണ്ട്, XXL വരെയുള്ള ആർക്കും എടുക്കാം. ഇതുണ്ടോ, നല്ലൊരു ബ്ലൗസാണ്. ഇതിപ്പോൾ വൈറ്റ് കളറാണ്. ഇതിലൊരു ചിക്കു ഷെയ്ഡ് അല്ലെങ്കിൽ ഗോൾഡൻ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഒത്തിരി രസമായിട്ടോ, നേരിട്ടുള്ള കാഴ്ചയിൽ ഒത്തിരി രസം. ശരിക്കും പറഞ്ഞാൽ ഇത് വിഷുവിന് മുന്നേ കാണിക്കേണ്ടതായിരുന്നു. വിഷുവിന് മുന്നേ വന്ന സാധനമാണ്. ചെറിയ സാഹചര്യക്കുറവുകൾ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുക. ഈസ്റ്ററും കൂടെ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഫംഗ്ഷന്, ആദി കുർബാന, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒത്തിരി വരുമല്ലേ, കല്യാണങ്ങളെല്ലാം വരുമല്ലേ. അപ്പം നമുക്ക് നല്ല രസമാണ്. ഏത് സാരികൾക്ക് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ഈ സാരിക്കോ എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. ഒത്തിരി നല്ല ബ്ലൗസാണ്, നല്ല സ്റ്റഫാണ്. ഞാൻ ഈ ബ്ലൗസിനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കാണാൻ നല്ല രസമാണ്. എൻ്റെ കുറച്ച് കളറുകളും കണ്ടമാനം സ്റ്റോക്കും ഇല്ല, അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. ഇതിപ്പം XXL ആണ് സൈസ്. XXL വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇടാം. മീഡിയംകാർക്കോ, ലാർജുകാർക്കോ, XLകാർക്കോ, XXLകാർക്കോ, സ്മോളുകാർക്കോ ആർക്ക് വേണമെങ്കിലും ഇടാം. ആർക്കെങ്കിലും ഇത് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ സൈഡ് ഒരു ഇച്ചിരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചാൽ മതി, ചെറുതായിട്ട്. അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നില്ല. ഇങ്ങനെ ഗോൾഡൻ ബുട്ടയുമായിട്ട് നല്ല ഭംഗിയാണ്.
ബോഡിയിൽ ഓൾ ഓവർ ബോഡി ഫുള്ളുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഗോൾഡൻ ബുട്ടയുണ്ട്. ഇത് സ്കിൻ ഫിറ്റ് ബ്ലൗസാണ്, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് ഇത് സ്ട്രെച്ചബിൾ ആകും. ഇത് ചെയ്തിരിക്കുന്നത് ഇത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കുമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഫുൾ ബോഡി ബുട്ടായുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വിത്ത് സീക്വൻസ്. നല്ല പണിയെടുത്തിട്ടുള്ള ബ്ലൗസാണ്. എന്നാൽ പോലും നിങ്ങളൊരു ബ്ലൗസ് തുണിയെടുത്ത് തയ്ച്ച് എടുക്കുന്നതിൻ്റെ അത്രയും റേറ്റ് ആകുന്നില്ല. പിന്നെ ഒരു നല്ല കംഫർട്ട് ഫീലിംഗ് ആണ് പറയുന്നതും ഉപയോഗിച്ചവരെല്ലാം. നേവി ബ്ലൂ ശരിക്കും ഇത് കണ്ട് എനിക്ക് വിഷുവിന് മുന്നേ കാണിക്കാനായിട്ട് ഭയങ്കര കാണിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഇത് വിഷുവിന് മുന്നേ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. എനിക്ക് പറ്റിയില്ല, എല്ലാ തിരക്കും കൂടെ വന്നപ്പോഴത്തേനെ പറ്റിയില്ല. വിചാരിച്ചില്ല അങ്ങനെ കാണിക്കാം. മെറൂൺ, നല്ല ഡാർക്ക് മെറൂൺ. പിന്നെ നല്ല ബോട്ടിൽ ഗ്രീൻ. കൈക്കൊക്കെ നല്ല പെർഫെക്റ്റ് ഫിറ്റിങ് കിട്ടും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരി എടുക്കാൻ വേണ്ടി ഇത് കൂട്ട് ബ്ലൗസ് എടുത്തിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിത് മൊത്തത്തോടെ അങ്ങനെ ഇട്ട് നോക്കി അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു. എന്നാ കറക്റ്റാണ്, കഴുത്തൊക്കെ ഇങ്ങനെ നല്ല ഫോമിൽ നല്ല ഗെറ്റപ്പായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കഴിയുമ്പം ഇങ്ങനത്തെ ബ്ലൗസുകൾ വിപണി കീഴടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തയ്പ്പിക്കാനും തയ്പ്പിച്ചാൽ ഒത്ത് കിട്ടാനും ഒക്കെ ചില ബ്ലൗസിൻ്റെ കാര്യത്തിൽ, കുർത്തിക്കൊന്നും അത്രയും പ്രശ്നമില്ല. ബ്ലൗസൊക്കെ കറക്റ്റ് ഫിറ്റിങ്ങാണ് കിട്ടണം. ഇച്ചിരി പാടാണ് കൈയൊക്കെ അല്ലേ. ഒത്തിരി പേർക്ക് അനുഭവം പറയുന്നത് കേൾക്കാം. അതുപോലെ നല്ല റേറ്റും ഉണ്ട്. ബ്ലാക്കാണേ, ബാക്കിയുള്ള കൈയുടെ ഇത് കണ്ടോ, ഇവിടെ ഒന്ന് സൂം ചെയ്ത്. ബ്ലാക്കൊക്കെ ഉണ്ട്. പിന്നെ ഏതിന് വേണേലും ഇടുകയും ചെയ്യാം. നമുക്ക് ആ സാരി, നമുക്ക് ഫംഗ്ഷൻ വെയർ സാരികൾ ഒന്നും വേണ്ട, നല്ലൊരു പ്ലെയിൻ സാരി അടിച്ചിട്ട് കൂടിയൊരു സാരി എടുത്താൽ പോലും ഇതിന് പെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ വെയറായി. നല്ല മാങ്കോയല്ലോ, മാമ്പഴം മഞ്ഞ. എന്നാ പറയാനാ, ഇതൊക്കെ വിഷുവിന് മുന്നേ ആയിരുന്നെങ്കിൽ ഒത്തിരി പേർക്ക് കുറെ കൂടെ ഇതായനെ. ബ്ലൗസ് വേണ്ടാത്തവരില്ല. ഇന്ന് കാണിച്ചാലും ഏത് സമയം കാണിച്ചാലും ബ്ലൗസ് വേണ്ടാത്തവരില്ല. എന്തോ ഒരു ബ്ലൗസ് കൊടുത്തിരിക്കുന്നു. പർപ്പിളേ, പിന്നെ ഈ പറഞ്ഞ പോലെ XXL, ഇനിയുള്ളത് 3XL ആണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കുണ്ടല്ലോ XXL എന്ന് പറഞ്ഞു കഴിഞ്ഞാലും XXL തന്നെയാണ്. XXL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ കൈക്ക് ഇച്ചിരി വണ്ണം കൂടുതലാണോ, ചെസ്റ്റ് സൈസ് കൂടുതലാണോ, ഷോൾഡറിൻ്റെ വിരിവ് കൂടുതലാണോ, ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. അങ്ങനെയുള്ളവർ അത് ആലോചിച്ച് വേണം വാങ്ങിക്കാൻ. അതായത് ഇപ്പം തൊട്ട് കൃത്യം XXL ഉള്ള ഒരാളാണ്, മീഡിയംകാർക്കോ ലാർജുകാർക്കോ എക്സലുകാർക്കോ നമ്മുടെ സൈസിനൊക്കെ ഒരു സൈസ് കൂടുതലാണല്ലോ XXL സൈസ് വാങ്ങിക്കുമ്പോൾ, അത് അവർക്ക് കുഴപ്പമില്ല. കൃത്യം XXL സൈസ് തന്നെ വാങ്ങിക്കുന്നയാൾ അയാളുടെ ബോഡി ഷേപ്പിൻ്റെ ഒരു ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. നമുക്കിത് റിട്ടേൺ ഒന്നുമില്ല. ഇത് നല്ല കണ്ട് സ്ട്രെച്ച് ആകുന്നതാണ്. ഇതും XXL ആണ്. ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ചോദ്യം വന്ന കുറച്ചെണ്ണം മാത്രം ഞാൻ കാണിക്കുന്നത്. ഇത് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. കോഫി ബ്രൗണിൽ കൂടെ കൂടെ ഒരു മോഡൽ തീർന്നു. 2-3 ഇത് ശരിക്കും ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ കുറച്ചെണ്ണം മാത്രം ഞാൻ കാണിക്കുക. പീച്ച്, കോഫി മെറൂണിൻ്റെ വേറെ ഒരു ഡിസൈൻ. ഇതൊക്കെ ഒത്തിരി ഡിമാൻഡുള്ളതാണ്. ഈ ഡിസൈനൊക്കെ ഭയങ്കരമായിട്ട് ഒത്തിരി പേർക്ക് ഇതിൻ്റെ ഒത്തിരി കളറിൽ ഇറങ്ങി. ഇത് ഷോപ്പിൽ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ അതെല്ലാം കൂടെ കാണിക്കുന്നില്ല. കാരണം ഒത്തിരി പേര് ഷോപ്പിൽ ഇത് അന്വേഷിച്ച് ഡയറക്റ്റ് വരുന്നുണ്ട്. അന്നേരം തീർന്നു പോയി എന്ന് പറയുന്നത് ഒരു സുഖമില്ലാത്ത കാര്യമാണ്. കുറച്ചെണ്ണം അല്ലാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുക, ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കേട്ടിട്ടേ പർച്ചേസ് ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ഒറ്റ ബ്ലൗസിന് വേണ്ടി ഷിപ്പിംഗ് ചാർജ് 50 രൂപ 60 രൂപ കൊടുക്കുന്നതിലും നല്ലത് 3 ബ്ലൗസ് വരെ 60 രൂപ ഷിപ്പിംഗ് ചാർജ് പോവും. അത് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നവർ അങ്ങനെ വാങ്ങിച്ചോളുക. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നാളെ നമുക്ക് ഗുഡ് ഫ്രൈഡേ വീഡിയോ ഇല്ല. ശനിയാഴ്ച വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.